Hi, hello, welcome to All to Success Academy's YouTube channel. IPPS ഓൾറെഡി കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വർഷത്തെ എക്സാമിനേഷൻ്റെ കലണ്ടർ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൽ. ഓക്കെ, അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡേറ്റും കാര്യങ്ങളും അതിൽ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് വരുന്നത് അതായത് IPPS കലണ്ടറിൽ ആദ്യം വരുന്ന എക്സാം പറയുന്നത് RRB ആണ്, അതായത് റീജിയണൽ റൂറൽ ബാങ്ക്. അതിൻ്റെ ക്ലർക്കും പിയും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ RRB എങ്ങനെ പഠിക്കാം, അതിൻ്റെ സ്ട്രാറ്റജിയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഓൾറെഡി പഠിക്കുന്നവരായിരിക്കാം, അതായത് ബാങ്ക് എക്സാമിനെ കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ എഴുതിയിട്ട് പരിചയമുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിരിക്കും. ഓക്കെ, എങ്ങനെയായാലും നമുക്കൊരു ഐഡിയ ഇല്ലാണ്ട് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഡിഫറൻസ് ബിറ്റ്വീൻ RRB PO ആൻഡ് ക്ലർക്ക് ആൻഡ് അതർ ബാങ്ക് എക്സാം. ഓക്കെ, RRBക്കും അതർ ബാങ്ക് എക്സാമിനേഷനും നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RRBയുടെ പ്രിലിമിനറി എക്സാമിനേഷന് നമുക്ക് QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് റീസണിങ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇംഗ്ലീഷ് പറഞ്ഞൊരു ഓപ്ഷൻ അതിനകത്ത് വരുന്നില്ല പ്രിലിമിനറി എക്സാമിനേഷന്. പക്ഷേ അതർ ബാങ്ക്, അതായത് നമ്മുടെ IBPSൻ്റെ ക്ലർക്കും PO, SBI ക്ലർക്ക് PO അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും അതേപോലെ തന്നെ ഇംഗ്ലീഷും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് അത്രയ്ക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് QA റീസണിങ് സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് RRB ആയിരിക്കും അവർക്ക് ഏറ്റവും യോജ്യമായിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ സെക്ഷണൽ ടൈമിംഗ് ഇല്ല. ഓക്കെ, സെക്ഷണൽ ടൈമിംഗ് ഇല്ല എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓവറോൾ ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. 80 ക്വസ്റ്റ്യന് 45 മിനിറ്റ്സ് ആണ് ഇതിനിവിടെ വരുന്നത്. ഓക്കെ, 80 ക്വസ്റ്റ്യൻ, അതായത് ടോട്ടൽ QA 40 മാർക്കും 40 ക്വസ്റ്റ്യനും, അതേപോലെ ഇവിടെ റീസണിങ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, ടോട്ടൽ 80 മാർക്സ് 45 മിനിറ്റ് ആണ് ഓവറോൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ മെയിൻസ് എക്സാമിനേഷനും സെയിം തന്നെയാണ്, സെക്ഷണൽ ടൈമിംഗ് ഇല്ല, ഓവറോൾ ടൈമിംഗ് മാത്രമാണ് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള എക്സാം, അതായത് അതർ ബാങ്ക് എക്സാംസിൽ, അതായത് IBPS ക്ലർക്ക് PO, SBI ക്ലർക്ക് PO അങ്ങനെയുള്ള എക്സാമിനേഷനിൽ എല്ലാത്തിനും സെക്ഷണൽ ടൈം ഉണ്ട്. ഓരോ സെക്ഷനിലും, അതായത് ഇപ്പോൾ QA എടുക്കുവാണെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷനിൽ QAക്ക് 20 മിനിറ്റ്സ് ആണ് തരുന്നത്, റീസണിങ് 20 മിനിറ്റ്സ്, ഇംഗ്ലീഷിന് 20 മിനിറ്റ്സ്. ഓക്കെ, ഇംഗ്ലീഷിനാണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് 20 മിനിറ്റ്സ് എടുക്കുന്നത്. അതേപോലെ റീസണിങ് 35 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ്സ്. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ്സ്. ഓക്കെ, അങ്ങനെ 20 മിനിറ്റിൽ ഡിവൈഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലോട്ട് ഓട്ടോമാറ്റിക്കലി അത് പൊക്കോളും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ വരുന്നില്ല. ഓവറോൾ ടൈമാണ് 45 മിനിറ്റ്സ്. നമുക്ക് ഈ 45 മിനിറ്റ്സ് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യുക, സ്കോർ മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് RRB PO ക്ലർക്കും അതർ ബാങ്ക് എക്സാമിനേഷനും കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത്, ഓക്കെ ഇവിടെ നോക്കിയാൽ ഹൗ RRB PO ഈസ് ഡിഫറൻസ് ഫ്രം RRB ക്ലർക്ക്. ഓക്കെ, RRB ക്ലർക്കിനും POയ്ക്കും ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ RRB POക്ക് നമുക്കൊരു ക്ലർക്ക് അല്ല, RRB PO പറയുന്നത് പ്രൊബേഷണറി ഓഫീസറാണ്, ഓഫീസർ ടെസ്റ്റാണ് അല്ലേ? അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ റിസൾട്ടിന് ഒരു 65+ ആയിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത്. അതേസമയം RRB ക്ലർക്കിന് 72 to 75 വരെ വരാറുണ്ട്. ഓക്കെ, 72 to 75. ഓക്കെ, ഔട്ട് ഓഫ് 80ലാണ് വരുന്നത്. ഓക്കെ, 80ൽ ഇത്രയും സ്കോർ ഇവിടെ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, ഈസി ആയിരിക്കും, സ്പീഡും വേണം, അക്യുറസിയും വേണം. അതേസമയം ഇവിടെ നോക്കി 65+ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പീഡും അക്യുറസിയും വരണം. പക്ഷേ എക്സാമിൻ്റെ ഡിഫറൻസ് പറയുന്നത് ഇതിനും വെച്ച് കുറച്ചും കൂടെ മോഡറേറ്റ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ലെവലായിരിക്കും RRB POയ്ക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ക്ലർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും, PO കുറച്ച് മോഡറേറ്റ് ലെവലായിരിക്കും. അത് കാരണം നമുക്ക് ഇത്രയും അത്രത്തോളം അറ്റംപ്റ്റ് ഇതിൽ അടിക്കാൻ പറ്റില്ല, പക്ഷേ സ്കോർസ് ഇത്ര മാത്രം സ്കോർ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇതാണ് എക്സാം പാറ്റേൺ. ഓക്കെ, ഇത് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ആണ്. ഓക്കെ, RRB ക്ലർക്കിൻ്റെയും POൻ്റെയും സെയിം തന്നെയാണ് വരുന്നത്. റീസണിങ് 40 ക്വസ്റ്റ്യൻസ്, മാക്സിമം 40 മാർക്സ് ആണ്. സെയിം ന്യൂമറിക്കൽ എബിലിറ്റി QA വന്നിട്ട് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് വരുന്നത്. ടോട്ടൽ നമുക്ക് 80 ക്വസ്റ്റ്യൻസും 80 മാർക്കും, ടോട്ടൽ 45 മിനിറ്റ്സുമാണ് വരുന്നത്. ഓക്കെ, ഈ 45 മിനിറ്റ്സിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ നോക്കി മെയിൻസ് എക്സാമിനേഷന് ഇവിടെ റീസണിങ്ങിന് വന്നിട്ട് 40 ക്വസ്റ്റ്യൻസും 50 മാർക്കുമാണ് വരുന്നത്. അപ്പോൾ വെയിറ്റേജ് കുറച്ചും കൂടെ കൂടുതലാണ് അല്ലേ? 1 മാർക്കും അല്ല, അതിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റിക്ക്
40 ക്വസ്റ്റ്യൻ ആണ്, 50 മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെയിറ്റേജ് കൂടുതൽ റീസണിങ്ങിനും QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനാണ് വരുന്നത്. ഇനി വന്നിട്ട് ജനറൽ അവയർനെസ്സിന് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് ഓരോ മാർക്ക് വീതമാണ് വരുന്നത്. അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇത് ഓപ്ഷണലാണ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി കമ്പ്യൂട്ടർ നോളേജിൽ 40 ക്വസ്റ്റ്യൻ 20 മാർക്സ് ആണ് വരുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റിനും 0.5 വീതമായിരിക്കും ഉണ്ടാവുക, അല്ലേ, ഹാഫ് മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി എല്ലാത്തിനും വെച്ച് കുറവാണ് നമ്മുടെ കമ്പ്യൂട്ടർ നോളേജ് വരുന്നത്. കമ്പ്യൂട്ടർ നോളേജ് RRBയിൽ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, വേറെ ഏത് എക്സാംസിനും വരുന്നില്ല, അതായത് IBPSലോ പിന്നെ നമ്മുടെ SBIയിലോ വരുന്നില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടർ നോളേജ് നമുക്ക് RRBയിൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ RRB ക്ലിയർ ചെയ്താൽ മാത്രം അത് നോക്കിയാൽ മതി. അപ്പം ഇവിടെ നോക്കി, ഇവിടെ 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാക്സിമം 200 മാർക്സ് ഉണ്ട്. കോമ്പോസിറ്റ് ടൈം വരുന്നത് 2 hours ആണ്, അതായത് സെക്ഷണൽ ടൈമിംഗ് ഒന്നും വരുന്നില്ല. ഈ എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ 2 മണിക്കൂറാണ് തരുന്നത്. പ്രിലിമിനറിയിലാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും കൂടെ 45 മിനിറ്റാണ് തരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ വരുന്നത്, പ്രിലിമിനറിയുടെയും മെയിൻസ് എക്സാമിനേഷൻ്റെയും. ഓക്കെ, ഹൗ ടു കവർ ദ സിലബസ്, എങ്ങനെ നമുക്ക് ഈ സിലബസ് കവർ ചെയ്യാം? ഓക്കെ, നമ്മൾ പറഞ്ഞ സിലബസ് പ്രകാരം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ്സും ഉണ്ട്, കമ്പ്യൂട്ടർ നോളേജും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വന്നിട്ട് ഇവിടെ നിന്ന് തുടങ്ങാം. കമ്പ്യൂട്ടർ നോളേജ് ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ നോളേജ് വേറെ ഏത് എക്സാമിനും വരുന്നില്ല, RRBക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ അത് സ്പെഷ്യലായിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു, അല്ലേ. ഒന്നില്ലെങ്കിൽ ഓഗസ്റ്റ് തുടങ്ങുന്ന, അതായത് എക്സാം കഴിഞ്ഞതിന് ശേഷം, പ്രിലിമിനറി എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കമ്പ്യൂട്ടർ നോളേജ് പഠിക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ ഈ ഒരു ടൈം, അല്ലേ, നമുക്കിപ്പോൾ എക്സാമിന് ഒരുപാട് ടൈമുണ്ട്, ഓഗസ്റ്റ് വരെ പറയുമ്പോൾ 4 മാസത്തോളം സമയമുണ്ട്. അപ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ ഈ സമയത്ത് കവർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം, പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ട്രൈ ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഒരു ക്യാപ്സൂൾ ഫോളോ ചെയ്യുക. ഫ്രീ സോഴ്സുകൾ ഒരുപാടുണ്ട്, സിലബസ് വൈസ് കവർ ചെയ്താൽ മാത്രം മതി. അധികം ഇമ്പോർട്ടൻസ്, അതായത് എല്ലാത്തിലും കൊടുക്കുന്നതിനും വെച്ച് ഇമ്പോർട്ടൻസ് ഒരിക്കലും കമ്പ്യൂട്ടർ അവയർനെസ്സിൽ കൊടുക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ ഏത് എക്സാംസിലും നമുക്ക് യൂസ് വരുന്നില്ല, ഈ ഒരു എക്സാമിന് മാത്രമേ യൂസ് വരുന്നുള്ളൂ, വെയിറ്റേജും കുറവാണ്. ഓക്കെ, ആ രീതിക്ക് ഇതിനെ പ്രിഫറൻസ് കൊടുക്കാം. ഇനി ജനറൽ അവയർനെസ്. ഓക്കെ, ജനറൽ അവയർനെസ്സിന് നമുക്കൊന്നൊരു ഹാബിറ്റായിട്ട് മാറ്റാം. ഓക്കെ, ജനറൽ അവയർനെസ് പറയുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ്, അതായത് നമ്മുടെ മെയിൻസ് എക്സാമിനേഷന് തൊട്ട് മുന്നുള്ള 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ബൈ ഹാർട്ട് ആയിരിക്കണം. ഓക്കെ, എത്രത്തോളം പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം പഠിക്കുക. ഓക്കെ, ഒന്നോ രണ്ടോ സോഴ്സുകൾ മാത്രം യൂസ് ചെയ്യുക. അതിൽ കൂടുതൽ സോഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ കറണ്ട് അഫയേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 10 to 15 കറണ്ട് അഫയേഴ്സ് കിട്ടും. അതിൻ്റെ റീസെൻ്റ്ലി റിലേറ്റഡ് ന്യൂസും പ്ലസ് അതിൻ്റെ സ്റ്റാറ്റിക് ജിക്കെയും കൂടെ ആകുമ്പോൾ ഒരുപാട് വരും. ഓക്കെ, വേറെ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകളൊന്നും കവർ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ മാക്സിമം 1-2 സോഴ്സുകൾ മാത്രം യൂസ് ചെയ്യുക, അതിൽ കൂടുതൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഇനി ഇംഗ്ലീഷും അതേപോലെ തന്നെ ചിലവർക്ക് നല്ലോണം വശം ഉണ്ടായിരിക്കും, ചിലവർക്ക് വന്നിട്ട് കുറവായിരിക്കും. അങ്ങനെയുള്ളവർ പ്രാക്ടീസ് ചെയ്യുക, സിലബസ് പ്രകാരം ക്വസ്റ്റ്യൻസ് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഓർക്കുക, പ്രിലിമിനറി എക്സാമിനേഷനിൽ ഇംഗ്ലീഷ് ഇല്ല, മെയിൻസ് എക്സാമിനേഷനിൽ മാത്രമാണ് ഇംഗ്ലീഷ് RRBയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയും പ്രിഫറൻസ് അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ റീസണിങ് QA, നമുക്ക് ഇത് വിട്ടൊരു കളിയില്ല RRBനെ സംബന്ധിച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിമിനറി എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു QA റീസണിങ് മാത്രമേ ഉള്ളൂ. മെയിൻസ് എക്സാമിനേഷനിൽ വെയിറ്റേജ് കൂടുതലും വരുന്നത് QA റീസണിങ്. ഇതിവിടെ നോക്കിയാൽ 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്, 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്, അല്ലേ. അപ്പോൾ രണ്ടിലും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വേറെ ഏത് ബാങ്ക് എക്സാമിനും വെച്ച് മെയിൻസ് എക്സാമിനേഷനിൽ RRB ആണ് ബെറ്റർ. അതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് കാണുമ്പോൾ മോഡറേറ്റ് ലെവലിൽ തോന്നാം. ഓക്കെ, ബാക്കിയുള്ള എല്ലാ എക്സാംസിനും കുറച്ച് ഡിഫിക്കൾട്ട് മോഡറേറ്റ് ലെവലിലായിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചോദിക്കുക. റീസണിങ്ങിലും അതേപോലെ തന്നെ RRBയിൽ സ്കോർ ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇമ്പോർട്ടൻസ് നന്നായിട്ട് കൊടുക്കാം. ക്ലിയർ ആയോ? ടു ഡു ലിസ്റ്റ്.
ഓക്കെ, നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ ഒരു ടൈമിൽ, അതായത് നമുക്ക് എക്സാമിനേഷൻ തുടങ്ങാൻ ഒരു 4 മാസമുള്ള ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഇപ്പോൾ QA എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ റിവൈസ് ചെയ്യണം. ഓൾറെഡി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങണം അല്ലേ? ആ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ബേസിക് കോൺസെപ്റ്റ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത് കഴിഞ്ഞ് മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക, ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇൻഡെപ്ത് ഐഡിയ കിട്ടും. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ആൻഡ് അനാലിസിസ്, നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോക്ക് ടെസ്റ്റാണ്. ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുക, ഫുൾ ലെങ്തി ആയാലും അല്ലെങ്കിൽ സെക്ഷണൽ ആയാലും പ്രശ്നമില്ല, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഓരോ ടോപ്പിക്കിലും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും മോക്ക് ടെസ്റ്റിൽ വരിക അല്ലേ? നമ്മൾ റിവൈസ് ചെയ്ത പോലെ ഉണ്ടാവുക. ഒരു ടോപ്പിക്ക് എടുത്തു അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് എടുത്തു, അതിൽ 10-15 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ 10-15 ടോപ്പിക്കിൽ നിന്നായിരിക്കും വരിക അല്ലേ? അപ്പോൾ നമുക്ക് അത് ചെയ്യുന്ന സമയത്ത് ഒന്ന് റിവൈസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, പുതിയ ടോപ്പിക്കുകളും കിട്ടും, അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് മാത്രം പോരാ, നമുക്കതിന് സെൽഫ് അനാലിസിസും കൂടെ ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ എക്സാം എഴുതി കഴിയുന്ന സമയത്ത് അതിനകത്ത് തന്നെ നമുക്ക് അനാലിസിസ് കാണിക്കും. നമ്മൾ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്, എത്ര അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണം തെറ്റിയിട്ടുണ്ട്, അത് അനലൈസ് ചെയ്യുക. അതേസമയം അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അറിയാനായിട്ട് താഴെ ബാക്കിയുള്ളവരും ചെയ്തതും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആവറേജ് സ്കോറിന് മുകളിലാണോ താഴെയാണോ, അല്ലെങ്കിൽ ആ ഒരു എക്സാം പാറ്റേൺ അല്ലെങ്കിൽ എക്സാം പേപ്പർ എത്ര ഡിഫിക്കൽട്ടാണെന്നുള്ളത് അനലൈസ് ചെയ്യുക. ആ ഡിഫിക്കൽട്ടിനനുസരിച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, സെക്ഷണൽ ടെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് ചെയ്യുവാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ ചെയ്യുക, റീസണിങ് തനിച്ച് ചെയ്യുക, QA തനിച്ച് ചെയ്യുക. GK പഠിച്ചെടുക്കുക ചെയ്യണത്. അതിന് സെക്ഷണൽ ടെസ്റ്റ് ചെയ്തിട്ട് ബെനിഫിറ്റ് അധികം ഉണ്ടാവില്ല, മാക്സിമം അതിനുള്ള ടൈം വന്നിട്ട് കൊടുക്കാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക, പിന്നെ വന്നിട്ട് റിവൈസ് ചെയ്യാനുള്ള ടൈം കൊടുക്കാം. ഫോളോ ലിമിറ്റഡ് സോഴ്സസ്. നമ്മളിപ്പോൾ പറഞ്ഞു GK എടുക്കുമ്പോൾ തന്നെ ഒരുപാട് വൈഡായിട്ട് എടുക്കരുത്, 1-2 ബെസ്റ്റായിട്ടുള്ളൊരു സോഴ്സ് മാത്രം ചൂസ് ചെയ്തിട്ട് പഠിക്കുക. അതേപോലെ തന്നെ നമ്മൾ മോക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയ്യുവാണെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് നമുക്ക് ഫ്രീ സോഴ്സുകളുണ്ട് അല്ലേ? യൂട്യൂബ് തുറന്നാൽ തന്നെ നമുക്ക് ഒരുപാട് സോഴ്സസുണ്ട്. അപ്പോൾ എല്ലാത്തിലും പോയി വെക്കാതെ ഏതെങ്കിലും 1-2 ബെസ്റ്റായിട്ട് ചൂസ് ചെയ്തിട്ട് അതിനെ മാത്രം ഫോളോ അപ്പ് ചെയ്ത് പോവുക. കാരണം ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ഒരുപാട് ടൈം അവിടെ ലോസ് ആവും. ഓക്കെ, അപ്പോൾ ബേസിക്സ് പഠിക്കാൻ മാത്രം വീഡിയോസ് ഫോളോ ചെയ്യുക, അതിനുശേഷം പ്രാക്ടീസിലോട്ട് കിടക്കുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക, സെൽഫായിട്ട് അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രിപ്പയർ ഫോർ മെയിൻ എക്സാമിനേഷൻ സൈമൾട്ടേനിയസ്ലി. ഓക്കെ, നമ്മളിപ്പോൾ പ്രിലിമിനറിയിൽ കോൺസെൻട്രേറ്റ്, കാരണം ഞാൻ പറഞ്ഞു ഇത്രയും 80ൽ ഈ 70 to 75 സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീഡ് വരുന്നത് അത്രയും സ്പീഡായിരിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ സ്പീഡ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ എന്താ പറയുക, തറവായിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രിലിമിനറി എക്സാമിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസ് കഴിഞ്ഞ ഉടനെ നമുക്ക് മെയിൻസ് വരും അല്ലേ? ഒരു മാസം പോലും ഗ്യാപ്പ് ഉണ്ടാവില്ല. ആ ടൈമിൽ നമുക്ക് മെയിൻസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം, നമ്മളിപ്പോൾ ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് അതിൻ്റെ ബേസിക്സും പിന്നെ ചെറിയ ബേസിക്സ് ക്വസ്റ്റ്യൻസും അതുപോലെ മോഡറേറ്റും ഡിഫിക്കൽട്ടും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ട് ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്തോളാം. ഇനി നമ്മൾ പറഞ്ഞു ഓഗസ്റ്റിലാണ് നമ്മൾ എക്സാം പറഞ്ഞു അല്ലേ? ഓഗസ്റ്റിലാണ് പ്രിലിംസിൻ്റെ എക്സാമിനേഷൻ. അപ്പം നമുക്കൊരു ജൂൺ ജൂലൈ, ഓക്കെ, ഈ ജൂൺ ജൂലൈ ടൈം ഫുള്ളും നമുക്ക് എന്ത് ചെയ്യുക? പ്രിലിമിനറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് മുന്നേ വരെയുള്ള ടൈം നമുക്ക് എല്ലാത്തിനും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും കവർ ചെയ്യുന്ന രീതിയിൽ മോഡറേറ്റും ഡിഫിക്കൽട്ടും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം ജൂൺ ജൂലൈ ആ ടൈം ആവുന്ന സമയത്ത് നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ മോക്കുകൾ 1, 2, 3 ഒക്കെ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രിലിംസിനും മെയിൻസിനും സ്പീഡിൻ്റെ വ്യത്യാസമുണ്ട്, ആ ക്വസ്റ്റ്യൻസിൻ്റെയും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രിലിമിനറിയിൽ ഈസി ക്വസ്റ്റ്യൻസ് തന്നിട്ട് സ്പീഡിൽ ചെയ്യാൻ പറയും. ഓക്കെ, മെയിൻസിൽ പറയുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻ തന്നിട്ട് സ്ലോയിൽ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ ഷഫിൾ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീഡിൻ്റെ വേരിയേഷൻസ് വരും. ഓക്കെ, അതുകൊണ്ടാണ് അതിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ രണ്ടിനെയും ബോത്തിനും, അതായത് പ്രിലിമിനറിയും മെയിൻസിനും ഒരുമിച്ച് തന്നെ കൊണ്ടുപോവുക. ഒരു ജൂൺ ജൂലൈ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യുക? പ്രിലിമിനറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ആ ടൈമിലും ഇപ്പം തൊട്ടേ നമ്മൾ എന്ത് ചെയ്യണം? GK വന്നിട്ട് ഹാബിറ്റേറ്റ് ആയിട്ട് മാറ്റണം. ഓക്കെ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അവയർനെസ് ഒന്നില്ലെങ്കിൽ ഈ ഒരു ടൈമിൽ പഠിക്കുക,
അല്ലാന്നുണ്ടെങ്കിൽ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം ഒരു 10-12 ദിവസം എടുത്തിട്ട് അതും കൂടെ ഒന്ന് കവർ ചെയ്യുക. ഓക്കെ ഓക്കെ നമുക്കൊരു ഡീറ്റെയിൽ സിലബസ് ആണ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഇവിടെ പ്രിലിമിനറി ടോപ്പിക്കും പ്രൈമറി ടോപ്പിക്കും സെക്കൻഡറി ടോപ്പിക്സ് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഈ ടോപ്പിക്സുകൾ കവർ ചെയ്യേണ്ടെന്നല്ല. ഓക്കെ നമ്മൾ എക്സാംസ് ചെയ്യുന്ന സമയത്ത് ഇതിനാദ്യം പ്രിഫറൻസ് കൊടുക്കുക. അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ഫാസ്റ്റ്ലി ചെയ്തിട്ട് പിന്നെ ഇത് സെക്കൻഡറി പ്രിഫറൻസ് കൊടുക്കാം. ഓക്കെ ഇത് ചെയ്തതിന് ശേഷം ഇത് ചെയ്യാം. ഇത് ചെയ്തിട്ട് ഇതിൽ ചെയ്യാൻ ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ഓക്കെ അത്രയും സ്പീഡിൽ ഇത് കവർ ചെയ്താൽ മാത്രമേ സെക്കൻഡറി ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയും ഫാസ്റ്റ്ലി, അപ്പോൾ നമുക്കിപ്പോൾ 45 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ കുറച്ച് വീക്കാണ് അല്ലെങ്കിൽ സ്ട്രോങ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്ട്രോങ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാനൊരു 22 മിനിറ്റ്സ് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഓക്കെ ബാക്കിയുള്ള 23 മിനിറ്റ്സ് ഞാൻ റീസണിങ്ങിലാണ് കൊടുക്കുന്നത്. കാരണം ഞാൻ റീസണിങ് കുറച്ച് ബിലോ ആണ് അതുകൊണ്ട്. ഓക്കെ അപ്പോൾ ഇവിടെ 22 മിനിറ്റ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എത്ര മിനിറ്റ് കൊണ്ട് ചെയ്യണം, ഒരു 7-8 മിനിറ്റ് കൊണ്ട് ഞാനത് ചെയ്യണം. ഓക്കെ റിമൈനിങ് ഉള്ള ടൈം ഞാൻ ഈ ടോപ്പിക്ക് കൊടുക്കും. കാരണം ഇവിടെ അരിത്തമാറ്റിക് ടോപ്പിക്കുകളുണ്ട്, ഒരുപാടെണ്ണം വരും അല്ലേ. അപ്പോൾ അതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിത് അത്രയും സ്പീഡിൽ ചെയ്താൽ മാത്രമേ എനിക്ക് ആ ടൈം ഇതിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മേ ബി ഇതിൽ ചെയ്തിട്ട് 22 മിനിറ്റ് അല്ല, ഞാൻ 20 മിനിറ്റിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് എനിക്ക് 25 മിനിറ്റ്സും ഞാൻ എനിക്ക് എന്ത് ചെയ്യാം, റീസണിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലേ. അത് വന്നിട്ട് ഞാൻ റീസണിങ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഞാൻ പ്രൈമറി ടോപ്പിക്കായിട്ട് വെച്ചാൽ ഈ ടോപ്പിക്കുകൾ ഞാൻ കവർ ചെയ്യും. അതിന് ശേഷം മാത്രമേ സെക്കൻഡറി ടോപ്പിക്കിലേക്ക് പോകുള്ളൂ. ഓക്കെ ബാങ്കിനെ സംബന്ധിച്ച് പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒഴിവാക്കാൻ പറ്റാത്തതാണ് അല്ലേ. 1, 2, 3, 4 ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ അപ്പം നമ്മൾ അതിലാദ്യം പോയി സ്റ്റക്ക് ആവുന്നതിന് മുന്നേ ഈ പ്രൈമറി ടോപ്പിക്കുകൾ ചെയ്തതിന് ശേഷം മാത്രം സെക്കൻഡറി ടോപ്പിക്കിലേക്ക് പോവുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്പീഡും കിട്ടും, അതേപോലെ തന്നെ സ്കോഴ്സും നല്ലോണം ഇമ്പ്രൂവ് ആവും. ഓക്കെ ഇംഗ്ലീഷിൻ്റെയും അതേപോലെ തന്നെ പ്രൈമറി ടോപ്പിക്സ് ആണ് വരുന്നത്, സെക്കൻഡറി ടോപ്പിക്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിനെയും വെച്ചിട്ടുണ്ട്. ഓക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് പഠിക്കാൻ തുടങ്ങാം. ഓക്കെ അതേപോലെ തന്നെ ജനറൽ അവെയർനെസ് നമ്മൾ പറഞ്ഞു. കറൻ്റ്ലി ഒരു എക്സാമിനേഷൻ തുടങ്ങുന്നതിന് ഒരു 6 മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഫുള്ളും തറവായിരിക്കണം. പഠിക്കേണ്ട വിധം ഇങ്ങനെയായിരിക്കണം. നമ്മൾ ആ ടോപ്പിക് അല്ലെങ്കിൽ ഒരു ന്യൂസ് പഠിച്ചു, അതിൻ്റെ റീസെൻ്റ്ലി നടന്ന ന്യൂസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക, സ്റ്റാറ്റിക് ജികെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ അങ്ങനെ വൈഡായിട്ട് പഠിച്ചാൽ മാത്രമേ ഇപ്പോൾ ഉള്ള ബാങ്ക് എക്സാംസിൻ്റെ GKയിൽ വല്ലതും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ 1 വേർഡ് പോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ചോദിക്കുന്നില്ല. ഓക്കെ എക്സാക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് GK ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ GKയിൽ സ്കോർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഇൻഡെപ്തായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. ഓക്കെ അല്ലേ. ഓക്കെ അപ്പോൾ RRBയുടെ എക്സാമിനേഷന് നല്ല രീതിക്ക് തന്നെ പഠിക്കാൻ ആരംഭിച്ചോളാം. ഓക്കെ താങ്ക് യു.